Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു. ഫോക്കസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Allow children to connect with the larger society. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ ക്രിയേറ്റീവ് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം, പ്രൊഡക്റ്റീവ് ആയിരിക്കണം. വൈ ഷുഡ് ചിൽഡ്രൻ ബി ഇന്നോവേറ്റീവ്? കുട്ടികൾ മാത്രമല്ല ഇന്നോവേറ്റീവ്, മനുഷ്യനായി എന്നു ജനിച്ചു ജീവിച്ച് മരിക്കുന്നത് വരെയും മനുഷ്യന് ഒരു വഴിയേ ഉള്ളൂ, മനനം ചെയ്തിട്ട് ഇന്നോവേറ്റീവ് ക്രിയാത്മകം ആകുക. അതിൽ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് മാതിരി മനുഷ്യൻ്റെ ജന്മം മാത്രം ഒരുപാട് വ്യത്യസ്തമാണ് മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻ്റാണ്. ചിറകുകളുണ്ട് ഹൊറിസോണ്ടലായിട്ട് പോവുക, വെള്ളത്തിൽ ഹൊറിസോണ്ടലായിട്ട് പോവുക, കരയിൽ ഹൊറിസോണ്ടലായിട്ട് പോവുക, 4 കാലിന്മേൽ ഹൊറിസോണ്ടലായിട്ട് പോവുക. മനുഷ്യന് മാത്രം 2 കാലിന്മേൽ ദൈവം തമ്പുരാൻ എടുത്ത് നിർത്തി, എന്നിട്ട് പറഞ്ഞു വെർട്ടിക്കലായിട്ട് പോകാൻ. പക്ഷേ അങ്ങനെ വെർട്ടിക്കലായിട്ട് മനുഷ്യനെ പോകാൻ പറയുമ്പോൾ കുറേ വെല്ലുവിളികളും വച്ചു കൊടുത്തു. ആ വെല്ലുവിളികളിൽ ഒന്നാണ് ബാക്കി ഒരു ജീവജാലത്തിനും ആഹാരം കുക്ക് ചെയ്യണ്ട, മനുഷ്യന് ആഹാരം കണ്ടുപിടിച്ച് കുക്ക് ചെയ്ത് കഴിക്കാൻ വിധിച്ചു. ക്രിയാത്മകമല്ലെങ്കിൽ എങ്ങനെ പറ്റും ഇത്? ബാക്കി എല്ലാവർക്കും ദൈവം ജനിച്ചപ്പോൾ തന്നെ തണുപ്പിനെ നിയന്ത്രിക്കാനും ശരീരം മൂടി വയ്ക്കാനും ഒക്കെ രോമക്കുപ്പായം കൊടുത്തു. മനുഷ്യനൊന്നും കൊടുത്തില്ല, പറഞ്ഞു പോയി കണ്ടുപിടിച്ചോളാൻ. അപ്പം മനുഷ്യൻ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഏത് രീതിയിൽ അവന് ഡ്രസ്സുണ്ടാകും? ബാക്കി എല്ലാവർക്കും ഉറങ്ങാൻ, ഒരു ചെറിയൊരു പട്ടിക്ക് ഉറങ്ങാൻ എത്ര സ്ഥലം വേണം? ബാക്കി സ്ഥലങ്ങളെല്ലാം ഫ്രീയാണ്, അവന് പോവാം. കാക്കയ്ക്കുറങ്ങാൻ ഒരു ചില്ലക്കൊമ്പ് മതി. മനുഷ്യനൊന്ന് ഉറങ്ങണമെങ്കിലോ 3000 സ്ക്വയർ ഫീറ്റ്, 4000 സ്ക്വയർ ഫീറ്റ്, 5000 സ്ക്വയർ ഫീറ്റ് വെച്ച്, മണിമാളിക വെച്ച്, AC വെച്ച്, ലൈറ്റ് വെച്ച്, അങ്ങനെ ഭൂലോകത്തുള്ള മനുഷ്യരെല്ലാവരും കൂടെ 5000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചാൽ ഈ ഭൂമി തികയാതാവും. ആ പരുവത്തിൽ നിൽക്കുകയാണ് മനുഷ്യൻ. എന്തുമാത്രം ഈ ഭൂമിയെ പൊള്യൂട്ട് ചെയ്യുന്നുണ്ട്. അവൻ ശ്വസിച്ച് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടികളില്ലെങ്കിൽ വലിച്ചെടുത്ത് തിരിച്ചവന് ഓക്സിജൻ കൊടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവൻ ചെടികളെ പ്രിസർവ് ചെയ്യാത്തിടത്തോളം കാലം ഒരു പക്ഷേ ഓക്സിജൻ ഇല്ലാതായി പോവും. അതുപോലെ തന്നെയാണ് വെള്ളം പൊള്യൂട്ട് ചെയ്യും, ആകാശം പൊള്യൂട്ട് ചെയ്യും. ഇങ്ങനെയുള്ള മനുഷ്യൻ ഈ ക്രിയാത്മകതയിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രിയാത്മകതയ്ക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ വന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നാണ് അവൻ്റെ വസ്ത്രവും അവൻ്റെ ആഹാരവും അവൻ്റെ പാർപ്പിടവും അവൻ്റെ എല്ലാം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ചൂഷണം ചെയ്തെടുത്തേ പറ്റൂ, പ്രകൃതിയെ നശിപ്പിക്കാതെ. അപ്പോൾ പ്രകൃതിയെ അറിയണം, പ്രകൃതിയുടെ സ്കിൽസ് അറിയണം, പ്രകൃതിയെ ബാലൻസ് ചെയ്യാൻ അറിയണം. അത് ആദ്യത്തെ ക്രിയാത്മകത്തിൻ്റെ ചലഞ്ചാണ്. രണ്ടാമത്തെ ക്രിയാത്മകതയുടെ ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും മെഷീനാണ്. ആഹാരം പാകം ചെയ്യുന്ന മെഷീനിൽ, കിടന്നുറങ്ങണം മെഷീൻ മേഡ് സാധനങ്ങളിൽ, ചൂടുവെള്ളം മെഷീൻ, തണുത്ത വെള്ളം മെഷീൻ, ഫ്രിഡ്ജ്, AC, കാറ്, സർവ്വത്, ലൈറ്റ് എല്ലാം മെഷീനാണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ അവൻ മെഷീൻ ടെക്നോളജി കൊണ്ടുവന്നു. മെഷീൻ ടെക്നോളജി പഠിച്ചേ പറ്റൂ. ഇപ്പോൾ പോരാത്തതിനാണ് കമ്പ്യൂട്ടർ ടെക്നോളജി വന്നു. കമ്പ്യൂട്ടർ ടെക്നോളജി പഠിച്ചേ പറ്റൂ. അതിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റീസണിങ് സ്കിൽസാണ്, അതും പഠിച്ചേ പറ്റൂ.
ഒരു ഭാഗത്ത് പ്രകൃതിയെ സംരക്ഷിക്കണം, മറുഭാഗത്ത് പ്രകൃതിയിൽ നിന്ന് ജീവിതമാർഗങ്ങൾ കണ്ടെത്തണം. വിധിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 3, ഉള്ള വിഭവത്തിനെ റീസൈക്കിൾ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു മനുഷ്യനെന്ന്, അതിന് വിലയും ഇട്ട് കഴിഞ്ഞു, ഭൂമിയെ പങ്കുവച്ചും കഴിഞ്ഞു. അവനെ സംബന്ധിച്ചോളം ഇനി ക്രിയേറ്റിവിറ്റി മാറിയിട്ട് ഇന്നോവേഷൻ എന്നുള്ള ഒരു കാര്യമാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എന്താണ് ഇന്നോവേഷൻ? സൃഷ്ടിച്ചതിനെ പുനർസൃഷ്ടിക്കുക. ഏതെല്ലാം സൃഷ്ടിച്ചുവോ അതിനെ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മറ്റ് പലതും കൂട്ടി എടുത്തിട്ട് പുതിയതിനെ സൃഷ്ടിക്കുക. എന്തിനാണ് സൃഷ്ടിക്കുന്നത്? കൂടുതൽ സൗകര്യം, കൂടുതൽ ഓപ്റ്റിമൈസേഷൻ, എഫിഷ്യൻസി വച്ച് പുതിയതിനെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ നിലനിർത്തി, പ്രകൃതിയെ നിലനിർത്തി, മറ്റ് ജീവജാലങ്ങളെ നിലനിർത്തി ജീവിത സൗകര്യങ്ങൾ കൂട്ടണമെങ്കിൽ ഒരേ ഒരു വഴി, എല്ലാ സ്കില്ലുകളും ഞാൻ നേരത്തെ പറഞ്ഞത് ഉപയോഗിച്ചുകൊണ്ട് ഇന്നോവേഷൻ എന്നുള്ള പുതിയ കാഴ്ചപ്പാടിൽ വരണം. നമ്മൾ സ്കൂളിൽ സയൻസ് പഠിച്ചാലും കൊള്ളാം, സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലും കൊള്ളാം, മാത്സ് പഠിച്ചാലും കൊള്ളാം, ലാംഗ്വേജ് പഠിച്ചാലും കൊള്ളാം. ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇനി വരുന്ന കുട്ടികൾക്ക് എല്ലാ സ്കില്ലുകളും സ്വായത്തമാക്കി, എല്ലാ സ്കില്ലുകളും ഭയമില്ലാതെ വിഭവങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നോവേറ്റ് ചെയ്ത് പുതിയ രീതിയിൽ പ്രവർത്തിക്കാനും പുതിയ രീതിയിൽ സൃഷ്ടിക്കാനും ജീവിക്കാൻ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാതെ ചോദ്യോത്തരങ്ങൾക്ക് ഉപരി പോയി പ്രകൃതിയിലേക്ക് കൊണ്ടുപോവുക, യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഈ എല്ലാ സ്കില്ലുകളും പഠിത്തത്തിലൂടെ സംയോജിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഇന്നോവേറ്റീവ് യൂത്ത് ആക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് മോഡേൺ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ്. അത് എല്ലാ സ്കൂളുകളും അത് ചെയ്യണം. അതിനൊരുപാട് വഴികളുണ്ട്. ഒരുപാട് പൈസ പൊട്ടിക്കാനല്ല ഈ പറയുന്നത്. ഈ സ്കില്ലുകളെല്ലാം തന്നെ വലിയ പൈസയൊന്നും വേണ്ട. നമ്മളേറ്റവും വലിയ വിഭവം എന്ന് പറയുന്ന പ്രകൃതിയാണ്. പ്രകൃതിയിലിരിക്കുന്ന കല്ലും കട്ടയും മതി ഇതെല്ലാം പഠിക്കാൻ, സംയോജിപ്പിക്കാനുള്ള ഒരു കാഴ്ചപ്പാട്, അധ്യാപകർക്ക് അതിനുള്ള ഒരു തന്ത്രം, ഇത്രയും കൊണ്ടുവന്നാൽ വിദ്യാഭ്യാസം സമുന്നതമാകും. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. ദിസ് ഇസ് സ്റ്റെഫി സൈനിങ് ഓഫ് ഫ്രം അഥീന എഡ്യൂക്കേഷൻസ്. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി, ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ ഫൈൻ ക്വാളിറ്റി. Denat Group, refer your mission. Denat Group, the world's #1 computer service center for past 13 years. We master in identifying, troubleshooting and resolving issues with all brands of laptops, cell phones, printers, CCTV and iPad. We are the largest provider of spares and service of laptop and computer accessories in UAE and India. Denat Group, Bardubai, UAE. Call 042663455. 25 വർഷത്തെ ബിസിനസ് സെറ്റപ്പ് അറ്റസ്റ്റേഷൻ രംഗത്തെ സേവന പരിചയവുമായി ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ്. ട്രേഡ് ലൈസൻസ് അബുദാബിയിൽ 2 വർഷത്തേക്കും ദുബായിലും മറ്റ് GCC രാജ്യങ്ങളിൽ 1 വർഷത്തേക്കും 25,000 ദിറംസിന്. അബുദാബിയിൽ ഫ്രീലാൻസ് ലൈസൻസിന് വെറും 575 ദിറംസ് മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0529300200. സർ, എന്തൊക്കെയാണ് ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മെയിൻ ആക്ടിവിറ്റീസ്? See, നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് we are, as I told you earlier, that we have started with the initial attestation part. We do all attestation from all across the world, whether it be US or UK or any document, birth certificate or marriage certificate, education certificate. All these certificates we do attestation part at a very competitive price. More than the competitive price, what we do is the flexibility of reaching these documents on the prescribed time back to the clients. So this is which is very important. Most of the clients, when they come over here, they have to see that the documents reaches in time, and because they have to give these documents for a subordinate reason. So these things we
take very much initiative to make sure that the documents are reaching on time. And apart from that, as I told you, we are, diversification, of course, we keep on diversifying our activities into many things where the customers have an urge of getting anything. It's just like a supermarket where a customer comes to us and they get all the needs from our end, whether it be a business startup or an attestation part or a new business set up in other countries or in any other Middle East countries. Apart from that, they can also have the choice of getting a feasibility report from us, accounting structures from us. So it's basically a stopover for all your basic needs for your setting a company in UAE, which is inadvertently, which most of people feel one of the best locations to start up. And as per the expansion comes in, they can always have an expansion through us. They can always ask us, okay, which is the next country where they could expand. Or we can even, since we have access to almost all the departments, we have a right choice to give a right guidance to the customers. UAE-യിൽ പുതിയതായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നവർക്ക് ഒരു എന്ത് പോസിറ്റീവ് മെസ്സേജ് ആണ് സാറിന് കൺവേ ചെയ്യാനുള്ളത്? See, UAE government is the most flexible government that I would feel or suggest any newcomers to set their business over here, because as per the laws and regulations, setting a business over here doesn't take much of a time, doesn't cost you much. It's hassle free, and moreover the taxation part is also flexible, not very huge taxes which they have government is imposed over here. And these are the couple of things which makes more attractive for the any clients to start a business over here. And international market where import duties are less, and as per the World Bank, what they have suggested is UAE is the 24th best country to do business over here. That makes much on the higher end than any other countries over here. So these are a couple of things which we feel, and the transportation is also access to any departments, access to any transportation is also easy over here, and ease of doing business, like rather than having a flexible offices, or there are some cases where you could easily set up business without an office space and other things, and environment friendly, as well as some international market is more vibrant over here. You have access to almost all the countries from here. Almost all the airports, all the flights from all destination is available from here. So this makes people to start their own business over here without any hassles. Sir, the future projects endokeyana? See, basically future projects namukku parayan pattilla, because what we are trying to do is like adding up our activities, and we are trying to help the people to grow along with us. And apart from that, what we see is that make the customer feel ease for anything they want. It could be probably like ease of travel to other countries. We provide them visa structures and other things, visa guidance for all the foreign countries as per the guidelines of different countries. They've got different guidelines, so we provide them all the guidelines to make it easier for them to get the visa stamps, because there's a lot of documentation work which is required. Apart from that, they also need to like sometimes they need to expand their business into other countries, so the rules over there is different. What sort of investment would they have to need in order to get access to the other countries? Apart from that, they also have the laws are different over there, so a lot of different laws makes us more convenient for them to make them easy to understand the different laws of the country. So these are a couple of things what we have in mind, and along with that, we are also trying to help them to make a settlement in other countries. Probably if it is the students, they have to go for education over there. We try to guide them with different aspects of the university laws and other things. This is another thing which we are already in the pipeline, or which we have already started up. And ease of doing business in other countries, which I already informed you, that also we have got a vibrant team of people who would support the clients in spite of all the required resources that we have. And as you know, the government is very flexible these days to make sure that anything that we ask them, they give a proper guidance to us in order to help the clients. നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ച മിസ്റ്റർ സജി സാറിന് നന്ദി. Hello and welcome to another segment with Aras Medical Devices Exclusive. Today we will learn about different types of regulators used in medical gas cylinders. Good evening. Now we are talking about the regulators, different type of connections.
just connecting for the oxygen itself, that you got almost a 10 type of regulators is available. But when you talk about because you cannot give a direct connection from the cylinder. First you have to see the color code, then you have to see the connection of the cylinder valve. Third, you have to connect regulators. When you are connecting to the regulators, there is a different type of regulators are available. One is a top entry bullnose, side entry bullnose. Also that is the similar connections with the hand wheel. Then you got a key turning type of regulators are available. Therefore, definitely we have to connect the correct connection to the cylinders. One is a bullnose cylinder, as I told, that there is one is a top entry, then you got a side entry, then you got a double stage regulators. One is a single stage regulator. When you are putting a single stage, that is preset regulators are available, but you cannot see the what is the content in the cylinder. Then you got the multi-stage regulator, which is having you can see the pressure of the cylinder inside, what this pressure is available. Same time you can see the flow, that what is going out. You can set that depends upon your requirements. When you are giving a 80 liter or 85 liter of oxygen, definitely you have to increase a little bit of the pressure also. Therefore, definitely that will get a more precision in the gas supply. If you are giving a one is a top entry, which you are talking about a bullnose regulator, that for oxygen. Then you got a single stage regulator with a gauge is available. Then you can have a connection, type of connection, like you can connect it either flow meters, or you can have a Schrader valve, or you can have a nebulizer. You can provide the nasal cannula directly. Second one is having a same thing. You got a bullnose connection, top entry. Then you are giving a connection to the patient. You need to set the pressure. Then you see the regulator, what is the content in the cylinder. Then you can have another connection with the bullnose connection, but you have to give a connection for the flow meters, nebulizer, face mask, or nasal cannula. Then you got another one is that like you got a Schrader valve. Schrader valve, you can there's two option is there. You can have a bullnose, then you got a single stage regulator is there. Then you can have a connection with the top, that is the flow meter setting. Then you got a Schrader valve which you can connect to the machine. This is the way that then you got another type of regulator. You can have a bullnose connection, but it's a top entry, but a knob can be adjusted for the flow meters. Then you can give a connection to the patient directly without a nebulizer. Also you can connect you can remove the knob connection, and then you can give it to the patient with a nebulizer. These are the first section of the regulator in bullnose. Similarly, you can have a pin index also, pin index connection. You can give even though it is an oxygen, or even nitrous oxide, or air, or that there is a color code is there. The event regulator itself is showing a color code. Therefore, you have to be very careful when you are giving to the patient. Even if there is a bullnose, there must a color code should be there in the regulator. Also, same time that the bullnose will have the Schrader valve. That Schrader valve itself is having a color code. The connection is giving to the you can through the pipeline outlets, or you can give it directly to the from the regulator to the cylinder. This is the pin index type. Therefore, definitely we have to follow the standard, the regulations. If it is American standard, if it is a British standard or ISO standard,
all the standards are made to the safety of the patient. Therefore, definitely go through the all the standards, and please look at each cylinder color, valve connection, pin index, because most of the cylinders are connected with the pin index valve. Therefore, that you can connect it to the pin index non-interchangeable screw thread connection or the non-interchangeable type of regulators. Therefore, please look at before connecting to the each cylinders and make sure your safety or your patient safety is according to the standard and what it is mentioned in the pharmacopoeia standard. Thank you very much for this opportunity. Bye bye. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye bye. Gulf Brothers Hair Fixing. Wipe your baldness forever. Aras Group UAE. Aras Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aras Group. Call 971-424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Denat Group, refer your mission. Denat Group, the world's #1 computer service center for past 13 years. We master in identify, troubleshooting and resolving issues with all brands of laptops, cell phones, printers, CCTV and iPod. We are the largest provider of spares and service of laptop and computer accessories in UAE and India. Denat Group, Bardubai, UAE. Call 042663455. 25 വർഷത്തെ ബിസിനസ് സെറ്റപ്പ് അറ്റസ്റ്റേഷൻ രംഗത്തെ സേവന പരിചയവുമായി ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ്. ട്രേഡ് ലൈസൻസ് അബുദാബിയിൽ 2 വർഷത്തേക്കും ദുബായിലും മറ്റ് GCC രാജ്യങ്ങളിൽ 1 വർഷത്തേക്കും 25,000 ദിറംസിന്. അബുദാബിയിൽ ഫ്രീലാൻസ് ലൈസൻസിന് വെറും 575 ദിറംസ് മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0529300200. നിലമ്പൂരുകാരുടെ എന്താ പറയുക ജീവനാഡിയായി തീർന്നിരിക്കുന്ന 8 വർഷമായിട്ട് ഒരു ഫുഡ് പ്രോഡക്റ്റ് കമ്പനി ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. ടീം മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. മിന്നൂസ് മോളുടെ പേരാണ്. അവളുടെ എനിക്ക് ട്വിൻസാണ്. അപ്പോൾ മോളാണ് ഫസ്റ്റ് ഉണ്ടായത്. അപ്പോൾ അവളുടെ പേര് മിന്നൂസ് ഒരു കോമൺ പേരാണ്. എല്ലാ ജാതി മത വർഗ്ഗം ഇല്ലാതെ ഒരു കോമൺ പേരാണ്. മിന്നൂസ് എന്ന് ഫസ്റ്റ് ജനിച്ച കുട്ടി എന്ന രീതിയിൽ അവളുടെ പേരാണ് സ്റ്റാർട്ട് ചെയ്തത്. 7 വർഷം കഴിഞ്ഞു. ഇത് 8ാമത്തെ വർഷമാണ്. ഇപ്പോൾ പുതിയതായിട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റി നമ്മളിപ്പോൾ തുടങ്ങി. മിന്നൂസിൻ്റെ ബ്രാൻഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഡ്ലി ദോശ ബാറ്റർ മാവാണ്. ഇഡ്ലി ദോശ മാവ്. പിന്നെ വെള്ളപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ട്, ചട്നിപ്പൊടി ഉണ്ട്, ഡ്രൈ ചട്നി പൗഡർ എന്ന് വേറെ ഐറ്റം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പാലപ്പമാണ്. പാലപ്പം വരാൻ പോകുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് സാമ്പാർ, ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറി, ഈ 3 ഐറ്റങ്ങൾ പുതിയത് വരാൻ പോകുന്നതാണ്. അത് നമ്മൾ മില്ലിൽ നിന്ന് ഡയറക്റ്റ് പോയി ശേഖരിക്കുകയാണ്. പൊള്ളാച്ചി പോയി അതിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ അരി തന്നെയുണ്ട്. ആ അരി വാങ്ങിച്ച് അതിനുള്ള ഉഴുന്ന്, ഉലുവ, ഈ 3 മിശ്രിതമാണ് അതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ആറോ വാട്ടർ മിക്സ് ചെയ്ത് അമ്മയുടെ കൂട്ട് അതൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ബ്രാൻഡിങ് എന്നും ആ ക്വാളിറ്റി നമ്മുടെ മിന്നൂസിന് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കോട്ടം തട്ടിയിട്ടില്ല. എന്നും മിന്നൂസ് മുൻപന്തി തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ. മിന്നൂസിൻ്റെ അമ്മയുടെ റോള് പറഞ്ഞാൽ മാവ്
ഇഡ്ഡലി ദോശ മാവ് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ അരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ എങ്ങനെ വെള്ളം ചേർക്കണം, ഉലുവ എത്ര, ഉഴുന്ന് എത്ര, അങ്ങനെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അരി, ഉഴുന്ന്, ഉലുവ. ഫുഡ് പറഞ്ഞാൽ പിന്നെ ഇഡ്ഡലി ദോശ മാവ്, പിന്നെ വെള്ളപ്പം മാവ്, പിന്നെ ചട്നിപ്പൊടി. ദോശ മുളകാപ്പൊടി പറയും തമിഴിൽ പറയുകയാണെങ്കിൽ, ദോശ മുളകാപ്പൊടി അങ്ങനെ തമിഴ് രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ചട്നിപ്പൊടി പറയുക. ഇപ്പോൾ ഇവിടേക്ക് ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എല്ലാവർക്കും ചട്നിപ്പൊടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാനല്ല ആൾക്കാരെ വിട്ടിട്ട് വറപ്പിക്കുക, അടുപ്പിൽ ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. ചട്നിപ്പൊടി നല്ല എല്ലാവർക്കും ഇപ്പോഴും വരേണ്ടത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനും അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യണോ അതേ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു മെറ്റീരിയലും ടേസ്റ്റ് കൂട്ടാനായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വീടുകളിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു, ഇവിടെ വലിയ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഇതിനുള്ളൂ. ഇപ്പോൾ ആദ്യം ചെറിയ രീതിയിലായിരുന്നു മിന്നൂസ് എന്ന പേരിൽ തുടങ്ങിയത്. ഇപ്പോൾ അത് വലിയ ടീം മിന്നൂസ് എന്ന ഫ്രൂട്ട് പ്രൊഡക്റ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ വർക്കേഴ്സ് കൂടുതലായി ആദ്യത്തേനെക്കാട്ടിലും. ആദ്യം മാർക്കറ്റിംഗ് ഹസ്ബൻഡ് നടത്തുന്നായിരുന്നു. ഇപ്പോൾ ഡ്രൈവേഴ്സ് 3-4 ഡ്രൈവർ അവരുണ്ട് നോക്കി. അക്കൗണ്ടൻറ്റ്, സ്റ്റാഫ്സ് കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. മിന്നൂസ് എന്ന സംരംഭം തുടങ്ങുന്ന സമയത്ത് വെറും 4 പേരെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 75-80 പേരോളം പേർക്ക് ജോലി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭമായി മാറിയിട്ടുണ്ട്. ടീം മിന്നൂസ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off. Focus presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.